കൈക്കൊള്ളാതെ തള്ളുമെന്ന് ഒട്ടും വേണ്ട സംശയം. CCBയുടെ ഒരു ഫോറിനേറ്റേഴ്സിൻ്റെ മീറ്റിംഗ് നടക്കുകയാണ് ബാംഗ്ലൂർ വെച്ച്. സൗത്ത് സോണിലെ വിവിധ സ്റ്റേറ്റിൽ നിന്നുള്ള ഫോർമേറ്റേഴ്സും വൊക്കേഷൻ പ്രൊമോട്ടേഴ്സുമാണ് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത്. ഇന്ന് അതിൻ്റെ രാവിലത്തെ സെക്ഷൻ കഴിഞ്ഞപ്പോൾ ഒരച്ഛൻ അദ്ദേഹത്തിൻ്റെ ടോക്കിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: കത്തോലിക്ക സഭയുടെ ദൈവവിളി എന്ന് പറയുന്നത് ചന്തസ്ഥലത്ത് നിന്ന് ആളുകളെ തിരഞ്ഞെടുക്കുന്നതല്ല, മറിച്ച് ഏറ്റവും വിലപിടിപ്പുള്ളതിനെ നോക്കി ദൈവം തിരഞ്ഞെടുക്കുന്നതാണ്. ആ സമയം കേട്ടപ്പോൾ കുറച്ച് കൗതുകമുള്ളൊരു സെൻറ്റൻസായിട്ട് തോന്നി. പക്ഷേ ഇന്നത്തെ ഗോസ്പൽ വായിച്ചപ്പോൾ അതങ്ങനെ അല്ലാന്ന് തോന്നി. കാര്യം ഇന്നത്തെ ഗോസ്പൽ ഒരു ചന്തസ്ഥലത്ത് നിന്ന് ദൈവം തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് കുറച്ച് പേര് ജോലിക്ക് വിളിച്ച ഉപമയാണ് നമ്മൾ വായിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കർത്താവിന് ചിലപ്പോൾ അവൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യാൻ ചന്തസ്ഥലത്തെ ആളുകളെയും വേണ്ടി വരും. ഈ വിളിച്ചിനൊരു വ്യത്യസ്തതയുണ്ട്. എന്തായിരുന്നു ആ വ്യത്യസ്തത? അതാണ് പ്രത്യേകത. കുറേ സമയങ്ങളൊക്കെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ 12 മണിക്കൂറാണ് അന്നത്തെ ജോലി. അതിൽ രാവിലെ 6 മണിക്ക് വന്നവരുണ്ട്, 9 മണിക്ക് വന്നവരുണ്ട്, 12 മണിക്ക് വന്നവരുണ്ട്, 3 മണിക്ക് വന്നവരുണ്ട്, വൈകുന്നേരം 5 മണിക്ക് വന്നവരുണ്ട്. രാവിലെ 6 മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ജോലി. പല സമയങ്ങളിലായിട്ട് ചന്തസ്ഥലത്തിരുന്നവരെ യജമാനൻ പോയി വിളിച്ചിട്ട് വന്നു അവൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യാനായിട്ട്. ഫസ്റ്റ് കൂട്ടർ വന്നപ്പോൾ 1 ദിനാറൊക്കെ ഒരു ഉറപ്പ് പറഞ്ഞു, ജോലിക്ക് കയറി. രണ്ടാമത്തെ കൂട്ടരെ വിളിച്ചപ്പോൾ യജമാനൻ പറഞ്ഞൊരു വാക്കുണ്ട്: നിങ്ങൾക്ക് ന്യായമായ കൂലി ഞാൻ തരാം. ഒന്നാമത്തെ കൂട്ടരോട് കൃത്യമായിട്ട് 1 ദിനാറ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ രണ്ടാമത്തെ കൂട്ടരോട് ന്യായമായ കൂലി തരാമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഏറ്റവും അവസാനം വൈകുന്നേരം 5 മണിക്ക് ചന്തസ്ഥലത്തിരുന്ന കുറച്ച് പേരുണ്ട്. അവർ അലസരായിരുന്നവരാണ്. അവരുടെ അടുത്ത് കൂലിയുടെ കാര്യമേ പറഞ്ഞില്ല, പക്ഷേ അവരെയും വിളിച്ചു. ഈ പ്രത്യേകത എന്താണെന്നറിയോ? ഈ വൈകുന്നേരം 5 മണിക്ക് വന്നവരും അവർ പോയി 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ അവൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യാമെന്ന് തയ്യാറെടുത്ത് അവർ പോയി. അതാണ് അവരുടെ പ്രത്യേകത. അവർക്ക് കൂലിയെക്കുറിച്ചൊരു ചിന്തയില്ല. ആ കാലഘട്ടത്തിലൊരു പ്രത്യേകത കൂടിയുണ്ട് ഇതിൽ നമ്മൾ ചിന്തിക്കാനായിട്ട്. ഈ ചന്തസ്ഥലത്ത് അവർ വെറുതെ വന്നിരിക്കുന്നവരൊന്നും അല്ല, ജോലി അന്വേഷിച്ച് വന്നിരിക്കുന്നവരാണ്. ഒരു ജോലി കിട്ടുമെന്ന് വന്ന് കാത്തിരിക്കുന്നവരാണ്. അവരാരും വിളിക്കാത്തത് കൊണ്ട് വെറുതെ അവസാനം വരെ ഒരു കാത്തിരിക്കുന്നതാണ്. ആ ഇരുന്നിരുന്ന് അലസരായി പോയവരാണ്. പക്ഷേ യജമാനൻ പോയി അവരെ വിളിച്ചപ്പോൾ അവർ അവസാനത്തെ 1 മണിക്കൂറിലെ കൂലിയെക്കുറിച്ച് പോലും ചിന്തിക്കാതെ അവർ പോയി. അങ്ങനെ ഒരു കൂട്ടം മനുഷ്യർ ഒരുമിച്ച് ജോലി ചെയ്തു അവൻ്റെ ജോലി സ്ഥലത്ത്. ഏറ്റവും കൗതുകം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഉപമയിൽ വായിക്കുന്ന ഒരു സെൻറ്റൻസാണ്. യജമാനൻ പറയുന്നത് ഇങ്ങനെയാണ്: ഏറ്റവും അവസാനം വന്നവരിൽ നിന്ന് ആദ്യം വന്നവർ വരെ എല്ലാവർക്കും നീ കൂലി കൊടുക്കുക. ഏറ്റവും അവസാനം വന്നവനാണ് ആദ്യ പരിഗണന കിട്ടിയത്. അവന് 1 ദിനാറ് കൊടുത്തു, ഏറ്റവും ആദ്യം വന്നവന് 1 ദിനാറ് കൊടുത്തു. എനിക്ക് തോന്നുന്നു ഇതാണ് ദൈവവിളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ചന്തസ്ഥലത്തിരുന്നവരെയും അവൻ വിളിച്ചുകൂട്ടി അവൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യാൻ ഏൽപ്പിക്കുമ്പോൾ അവൻ എല്ലാവർക്കും തുല്യരാണ്. ഈ പാർഷ്വാലിറ്റി ഇല്ലാത്തൊരു ദൈവത്തെ നമ്മൾ വളരെ കൗതുകത്തോടെ ഇന്നത്തെ ഉപമയിൽ കാണും. ശരിയാണ്, കുറേ അധികം സമയം ജോലി ചെയ്ത് 6 മണിക്ക് വന്നവനാണ്. പക്ഷെ അവൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ഏത് സമയം വന്നു എന്നല്ല, അവൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ആളുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂലിയെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ ഒരുവന് ചന്തസ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് അവൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് പോകാൻ മനസ്സ് തോന്നിയല്ലോ. ആ മനസ്സിനെയാണ് യജമാൻ ഏറ്റവും ശ്രദ്ധയോടെ നോക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്: നമ്മളൊക്കെ ചില സമയത്ത് ചന്തസ്ഥലത്തിരിക്കുന്നവരാണ്. നമ്മളൊക്കെ ചില സമയത്ത് ഏറ്റവും മോശപ്പെട്ട സാഹചര്യങ്ങളിലേക്ക് ഇരിക്കുന്നവരാണ്. പക്ഷേ നമ്മുടെ ദൈവം പല സമയങ്ങളിലായിട്ട് നമ്മളെ വിളിച്ചിട്ട് അവൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക്, അവൻ്റെ സമ്പത്തിലേക്ക് നമ്മളെ ആനയിക്കും. പോകാൻ മനസ്സുണ്ടെങ്കിൽ പിന്നീട് കിട്ടുന്ന കൂലിയും തുല്യമായിരിക്കും. കണ്ടില്ലേ, കുരിശിൻ്റെ ചുവട്ടിൽ ഒരു നല്ല കള്ളൻ പർദീസ സ്വന്തമാക്കിയത്? അതുതന്നെയാണ് സംഭവം. ജീവിതകാലം മുഴുവൻ എത്രത്തോളം നന്നായി ജീവിച്ചു എന്നൊന്നും പരിഗണനയല്ല. ഏതെങ്കിലും ഒരു സമയത്ത് നന്നാകണമെന്ന് തീരുമാനിച്ചതിന് ശേഷം പിന്നീട് പിൻവലിയാതിരിക്കുന്നതിലാണ് കാര്യം. അങ്ങനെയാണെങ്കിൽ ഈ ചന്തസ്ഥലത്ത് എന്തുമാത്രം ധൈര്യത്തോടെ നമ്മൾ മുന്തിരിത്തോട്ടത്തിലേക്ക് പോകാൻ ധൈര്യം കാണിച്ചിട്ടുണ്ട്. ഇനി ആ മുന്തിരിത്തോട്ടത്തിലുള്ളവർ എത്രത്തോളം ആത്മാർത്ഥതയോടെ അവന് വേണ്ടി പണിയെടുക്കാൻ തയ്യാറായിട്ടുണ്ട്? ഈ 2 ചോദ്യങ്ങളിലുമാണ് നമ്മുടെ കൂലി നിശ്ചയിക്കപ്പെടുന്നത്. ഒരു കാര്യം ഓർത്തിരിക്കുക: ചന്തസ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ കൂലി തുല്യമാണ്. ഇനി മുന്തിരിത്തോട്ടത്തിൽ താമസിച്ചു വന്നാലും സാരമില്ല, ആ മുന്തിരിത്തോട്ടത്തിലാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവിടെയും കൂലി തുല്യമാണ്. ഇനി മുന്തിരിത്തോട്ടത്തിൽ നിന്ന് നമ്മൾ ആരെങ്കിലും പിന്നീട് ചന്തസ്ഥലത്തേക്ക് തിരിഞ്ഞു നടക്കാൻ മനസ്സ് കാണിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഒരു തിരിഞ്ഞു നടപ്പ് നമുക്കുണ്ടാകരുത്. അവൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അവന് വേണ്ടി പണിയെടുക്കാൻ നമ്മളൊക്കെ തയ്യാറായിരിക്കണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ദൈവ
ദൈവവിളി കേട്ടല്ലോ, രക്ഷിതാവു സ്നേഹത്തോടെ കാത്തിരിക്കുന്നുണ്ടല്ലോ. ഇന്നു തന്നെ യേശു നിന്നെ രക്ഷിപ്പാനായി കാക്കുന്നു. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, വാവങ്കൽ നീയിന്ന്. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, വാവങ്കൽ നീയിന്ന്. എത്ര നാൾ വൃഥാവായോടി മനുഷ്യാനിൻ ജീവിതം. ലോകത്തിൻ്റെ ഇമ്പം തേടി കഴിച്ചു നീ വിധം. ഇന്നു തന്നെ യേശു നിന്നെ രക്ഷിപ്പാനായി കാക്കുന്നു. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, വാവങ്കൽ നീയിന്ന്. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, വാവങ്കൽ നീയിന്ന്. കൈക്കൊള്ളാതെ തള്ളുമെന്ന് ഒട്ടും വേണ്ട സംശയം. രക്ഷിതാവു നിന്നെ ഇന്ന് സ്വന്തമാക്കി തീർത്തിടും. ഇന്നു തന്നെ യേശു നിന്നെ രക്ഷിപ്പാനായി കാക്കുന്നു. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, വാവങ്കൽ നീയിന്ന്. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, വാവങ്കൽ നീയിന്ന്. ഇന്നു നീ ഒരിക്കൽ കൂടി ദൈവവിളി കേട്ടല്ലോ, രക്ഷിതാവു സ്നേഹത്തോടെ കാത്തിരിക്കുന്നുണ്ടല്ലോ. ഇന്നു തന്നെ യേശു നിന്നെ രക്ഷിപ്പാനായി